ഹായ് കൂട്ടുകാരെ, എല്ലാരും വായോ. എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള്? ഇന്നേ ഇവിടുന്ന് നോക്കിയാൻ നല്ല സൂപ്പർ കൊള്ളി കടാ. കഷ്ണവും കിട്ടണില്ലല്ലോ, വെന്തിട്ടതേ കടാ. നല്ല സൂപ്പർ കൊള്ളി അങ്ങോട്ട് പുഴുങ്ങിയതും പിന്നെന്ന് വെച്ചാലേ ഒന്നാം തരം ചാള കൂട്ടാനും ചാള വറ്റിച്ചത്, മിളക് ചാറ്. അമ്പ വായോ വായോ, എല്ലാരും വായോ, നമുക്ക് അങ്ങോട്ട് കഴിക്കാം. നല്ല രസം കിട്ടാ. കുടപ്പുള്ളിട്ട് അങ്ങോട്ട് വറ്റിച്ചപ്പോഴേ ചാള നല്ല രസം, നല്ല കോമ്പിനേഷൻ ആട്ടാ. കൊള്ളിപ്പുഴുങ്ങിയതും ചാള കൂട്ടാനും നിങ്ങളൊക്കെ വെച്ച് തന്നിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും ഞാൻ ആദ്യം പെട്ടെന്ന് കൊള്ളി വെക്കും, കടയിലേക്കൊക്കെ വെക്കും. അത് നമ്മൾ കറിയായിട്ടൊക്കെ എടുക്കാറ്. പക്ഷെ ഇങ്ങനെ വെക്കലൊക്കെ കുറവാ. അപ്പൊ ഇന്ന് ചാള ഇത് കിട്ടിയപ്പോ കടയിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോ എനിക്കൊരു തോന്നല് ഇങ്ങനെ ഒന്ന് വെച്ച് കൂട്ടാന്ന്. അപ്പൊ നിങ്ങളും കൂടി വായോ, നമുക്ക് വെച്ച് കൂട്ടാം. ഞാൻ കൂട്ടണ്, വായോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ, എന്നാണ് പറയുന്നതല്ല. നമ്മുടെ ചാളക്കറിയുടെ കൊള്ളീരും ഇത് തുടങ്ങാട്ടാ. അതിനായിട്ട് നമ്മള് ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചട്ടി ചൂടായി വെളിച്ചെണ്ണയും തിളച്ചതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഉലുവയും കൂടി പൊട്ടിച്ച് നല്ലോണം പൊട്ടിയതിന് ശേഷം നമ്മള് ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റി നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റി എന്നാ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കൊന്നും ആവണ്ട. ഒരുവിധം നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മള് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒന്നും ഞാൻ എടുക്കണില്ല കേട്ടാ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം ഒന്ന് വെള്ളത്തിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചട്ടിയിൽ ഇടാം. അപ്പൊ കരിയിൽ ഇടാവില്ല പൊടിക്കിട്ടാ, നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. അപ്പൊ അത് നല്ലോണം ഇളക്കി മൊരിച്ചതിന് ശേഷം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചത്, ആ വെള്ളം അടക്കം നമ്മൾ ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ് കേട്ടാ. ആ സമയത്ത് നമുക്ക് നമ്മുടെ കൊള്ളിയുടെ പണി തുടങ്ങാം. കൊള്ളി ഒന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് ഊറ്റണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കട്ടുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഒന്ന് തിളപ്പിച്ച് കൊള്ളിയിലത്തെ വെള്ളം ഊറ്റിയതിന് ശേഷം നമ്മൾ കൊള്ളിയിൽ വേറെ വെള്ളം ഒഴിച്ച് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കർ അടച്ച് 2 അടി വിസിലടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ ചാളേനെ തുറന്നു നോക്കാം. അപ്പൊ നല്ലോണം തിളച്ച് മുളക് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമ്മുടെ ചാള പറക്കി അതിലിട്ടു. ചട്ടി ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ മൂടി വെച്ചു കേട്ടാ. ലേശം നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ചാളക്കൂട്ടാൻ നല്ലോണം അടിപൊളിയായിട്ട് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുളക് ഒക്കെ മുകളിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ കൊള്ളിയും ചാളയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊള്ളീനെയും ചാളേനെയും ഒക്കെ ഇഷ്ടമായെങ്കിൽ വെച്ച് നോക്കി കഴിച്ച് ഇഷ്ടമായെങ്കിൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.